ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ സൺഡേയിലെ വിശേഷങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ സൺഡേയിൽ ഞങ്ങളുടെ അമ്മയുടെ 4ാമത്തെ ആണ്ടശ്രാദ്ധമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നാട്ടിലുള്ള മക്കളും അമ്മാമ്മനും അനിയത്തിമാരുടെ മക്കളെല്ലാവരും കൂടി അമ്മയുടെ ആണ്ടശ്രാദ്ധം ഞങ്ങൾ ആചരിച്ചു കേട്ടോ. അതിന് വേണ്ടുന്ന ക്രിയകളും കർമ്മങ്ങളൊക്കെ നമ്മൾ വേണ്ടതുപോലെ എല്ലാം ചെയ്തു. അത് വീട്ടിൽ തന്നെയാണ് ആചരിച്ചത്. അമ്പലത്തിലൊന്നും പോയില്ല, വീട്ടിൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ചടങ്ങുകളൊക്കെ വേണ്ടതുപോലെ നമ്മൾ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പ് നിങ്ങളായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല കാര്യമല്ലേ, നമ്മൾ മരിച്ചുപോയ ആൾക്കാർക്ക് നമ്മളാൽ ചെയ്യുന്ന പിതൃക്കൾക്ക് നമ്മൾ ക്രിയ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയല്ലേ. അവർക്ക് ശാന്തി സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്കും സന്തോഷം, മനസ്സിനൊരു ശാന്തി സന്തോഷം കിട്ടും, അവർക്കും അങ്ങനെ ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല സന്തോഷമായി, നമുക്കും മനസ്സിന് സന്തോഷം, സമാധാനവും സംതൃപ്തിയൊക്കെയാണ് അത് ചെയ്തപ്പോൾ കിട്ടിയത്. അങ്ങനെ നമ്മൾ എല്ലാ വർഷവും അങ്ങനെ ആചരിക്കാറുണ്ട്. അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ആചരിക്കും കേട്ടോ. അമ്മയുടെ ജനിച്ച ദിവസം തന്നെയാണ് അമ്മ മരിച്ചതും. അമ്മയുടെ 86ാമത്തെ പിറന്നാൾ നാൾ തന്നെയാണ് അമ്മ മരിച്ചതും. പിറന്നാൾ ആഘോഷിക്കാനായിട്ട് അതുകൊണ്ട് എല്ലാ മക്കളും കൂടി ഉണ്ടായിരുന്നു. മക്കളെല്ലാവരും 86ാമത്തെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ചെന്നപ്പോഴാണ് പെട്ടെന്ന് അമ്മയ്ക്ക് ശ്വാസം കിട്ടാണ്ടായി. അമ്മ പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു വയ്യായി ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ എല്ലാ വർഷവും 4 വർഷമായി എല്ലാ വർഷവും ഞങ്ങൾ അതേ നാളിന് ഓർമ്മ വെച്ച് ഞങ്ങൾ നാട്ടിലുള്ളവരെല്ലാവരും ആചരിക്കും. അതിനു വേണ്ടി മറ്റു പുറത്തുള്ളവർക്കൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ആചരിക്കാറുണ്ട് കേട്ടോ. ഇത് പുകയുകൊണ്ടാണ് അത് ശരിക്കും കാണാത്തത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ തെക്ക് ഭാഗത്ത് കൊണ്ട് മെഴുകിയിട്ടുണ്ടാകും. അവിടെ കൊണ്ട് വെച്ച് നമ്മൾ ആ ചോറൊക്കെ കാക്കയ്ക്ക് കൊടുക്കും. അങ്ങനെയാണല്ലോ സാധാരണ ചടങ്ങ്. അതിനുശേഷം നമ്മൾ വന്ന് കാലും മുഖം കഴുകി കണ്ണെഴുതി ഭസ്മവും ചന്ദനമൊക്കെ തൊട്ട് നമ്മൾ ഉണക്കൽ കഴിക്കാൻ നിർത്തി. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവർക്ക് വെച്ചിരുന്ന ചോറ് ബാക്കി വെച്ചിട്ടുണ്ടാവും. ആ ചോറും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കും. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് അന്നത്തെ. ഇഞ്ചിത്തൈരും ഉണ്ടാക്കും. ഇഞ്ചിത്തൈരും ഒരു ചെറിയൊരു മെഴുക്കുവരട്ടി, ഉള്ളിയൊന്നും ചേർക്കാതെ ഒരു മെഴുക്കുവരട്ടി നമ്മൾ വെച്ച് ഈ ചോറ് വെച്ചതും അത് ശേഷം കൊള്ളുക എന്ന് പറയും. അതിന് ശേഷം അവർക്ക് വെച്ചിരുന്നതിൻ്റെ ശേഷം ബാക്കി നമ്മൾ കഴിക്കുക. അതാണ് അതിൻ്റെ ഒരു ചടങ്ങ്, അതാണ് ആചാരം. അപ്പോൾ നമ്മൾ കഴിക്കും. അതാണ് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം ഇപ്പം നമുക്ക് ഉച്ചയ്ക്ക് നമുക്ക് സദ്യ വേണമെങ്കിൽ ഉണ്ടാക്കാം, സദ്യ ഒരുക്കി നമുക്ക് ഭക്ഷണം കഴിക്കാം. അതിപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നമ്മളന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ പുറത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സൺഡേ ആയതുകൊണ്ട് സൗകര്യമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കൂടി സദ്യയൊക്കെ ഉണ്ടാക്കി. അന്ന് ഞാൻ ചക്കരിശ്ശേരി കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് അന്ന് ഉണ്ടാക്കിയ ചക്കരിശ്ശേരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ചക്കരിശ്ശേരി ഉണ്ടാക്കി, മോര് വെച്ച കൂട്ടാൻ, അതായത് കാളൻ, എരിശ്ശേരി, അവിയൽ, ഓലൻ, സാമ്പാർ, അങ്ങനെയൊക്കെ വെച്ചൊരു സദ്യ ഉണ്ടാക്കി. അതിന് ശേഷം അതാ നമ്മളൊരു അടപ്പായസം ഉണ്ടാക്കി കേട്ടോ. ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. സാധാരണ എല്ലാവരുടെയും മാതിരിയല്ല. ഞങ്ങൾ ഈ മരിച്ച ക്രിയകൾക്ക് മാത്രമാണ് ഈ അടപ്രഥമൻ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിറന്നാൾ, ബർത്ത്ഡേ അല്ലെങ്കിൽ കല്യാണം ഇങ്ങനെയുള്ള വിശേഷങ്ങൾക്കൊന്നും ഞങ്ങൾ സാധാരണ ഈ അടപ്രഥമൻ ഉണ്ടാക്കില്ല. മരിച്ച ക്രിയകൾക്കും അതുപോലെ ശ്രാദ്ധം കാര്യങ്ങൾ അതിന് മാത്രമാണ് ഞങ്ങൾ ഈ അടപ്രഥമൻ ഉണ്ടാക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളന്ന് അടപ്രഥമൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അടപ്രഥമൻ ഉണ്ടാക്കിയത് കണ്ടുല്ലോ. അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചപ്പോൾ അതിൽ നമ്മളൊരു പാക്കറ്റ് അട ചൂടുവെള്ളത്തിലിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അട പാക്കറ്റ് ഇട്ട് കൊടുത്തു. അത് നല്ലപോലെ വെന്ത് വന്നപ്പോൾ അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു. ആ ശർക്കര നല്ലപോലെ വെന്ത് പാകമായി വന്നപ്പോൾ അതിലേക്ക് മൂന്നാമത്തെ പാലൊഴിച്ച് നല്ലപോലെ വറ്റി വന്നപ്പോൾ രണ്ടാമത്തെ പാല് വറ്റി പാകമായി വന്നപ്പോൾ പിന്നെ ആദ്യത്തെ പാല് ഒഴിച്ചു. അങ്ങനെയാണല്ലോ സാധാരണ പായസം വെക്കുന്ന മാതിരി തന്നെ ആദ്യം 3-ാം പാലൊഴിച്ചു, പിന്നെ 2-ാം പാലൊഴിച്ചു, പിന്നെ 1-ാം പാലൊഴിച്ചു. ഇത് നല്ലപോലെ കുറുക്കി കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ക്രീം കളറായി. തേങ്ങാപ്പാലൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ക്രീം കളർ വന്നത് കേട്ടോ. നല്ലപോലെ ഇളക്കി പാകമാക്കി എടുത്തു. നല്ലൊരു അടപ്പായസം, അടപ്രഥമൻ എന്നാണല്ലോ പറയുക. അടപ്രഥമനും നമ്മൾ ഉണ്ടാക്കി. അന്ന് എല്ലാവരും സന്തോഷമായി. ഇത് നല്ലൊരു ക്രീം കളറ് പാകമായി കേട്ടോ. ഇങ്ങനെയാണ് അടപ്രഥമൻ ഞങ്ങൾ ഉണ്ടാക്കിയത്.
അതിനുശേഷം അതിലേക്ക് ചുക്കും ജീരകവും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചുക്കും ജീരകം ഏലക്കായും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിൽ വേണ്ടി നെയ്യ് ഒഴിക്കാം, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വേണമെങ്കിൽ പുറത്തിടാം കേട്ടോ. അതൊന്നും ഞങ്ങൾ ചെയ്തില്ല. ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്ത് അത് ഓഫ് ചെയ്തു. അത് ഇരുന്ന് ഇനി ഒന്നും കൂടി ഇരുന്ന് കുറുതാവും കേട്ടോ, നന്നായി കുറുതായി വരും. അങ്ങനെ ഒരു പാലട പായസം ഞങ്ങൾ ഉണ്ടാക്കി കേട്ടോ. പാലടയല്ല അടപ്രഥമൻ. മരിച്ച കറികൾക്ക് ഉണ്ടാക്കുന്ന അടപ്രഥമൻ ആണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീഡിയോ എങ്ങനെ എടുക്കണം? ഈ ഒരു വീഡിയോ എങ്ങനെ ഓട്ടത്തിലെടുക്കണം? ശരിക്കും ഇട്ടിട്ടില്ലേ? വീണ്ടും കാണാം. പായസം അടിപൊളിയായിടാ. പായസേ അടിപൊളി പായസായി. താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്ന് നല്ലോണം അടുപ്പിച്ചു. ഇനി പഠിപ്പിച്ചിരുന്നു, തീ കത്തണില്ല. അല്ല, ഉരുളി മുഴം കാണട്ടെ. അല്ല, ഉരുളി മുഴം കിട്ടണല്ലോ. ഇനി ഫോട്ടോ എൻ്റെ കയ്യും കിട്ടണം.